ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 63, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ഭവതി വിദുതശൈലേ ബാലികാഭിർ വയസരവിവിഹിത വിലാസം കേളിലാപാതിലോലേ സവിതമിളിതധേനുരേഖാഹർത്തേന കണ്ടു യതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അന്വയം, അർത്ഥം. ഭവതി അവിടുന്ന്, വിദൃത ശൈലി പർവ്വതം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ, ബാലികാഭിഹി ഗോപ ബാലികന്മാരോടും, വയസ്യൈ അഭി സമപ്രായമുള്ള ഗോപന്മാരായ കൂട്ടുകാരോടും, വിഹിതവിലാസം കണ്ണുകൊണ്ട് കടാക്ഷങ്ങൾ കാണിച്ച്, കേളിലാപാതിലോലെ ക്രീഡാഭാഷണം തുടങ്ങിയവയിൽ തത്പരനായിരുന്നു. സവിതമിളിതധേനു അടുത്തെത്തി നിൽക്കുന്ന പശുക്കളോട് കൂടിയവനായി, ഏകഹസ്തേന ഒരു കൈകൊണ്ട്, കണ്ടയൂരി സതി ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, സർവേ എല്ലാം, പശുപാലഹ ഗോപാലരും, തോഷം സന്തോഷം, ഐഷന്ത പ്രാപിച്ചു. ഹരിവും. സാരം: ഒരു കൈകൊണ്ട് പർവ്വതം പൊക്കിപ്പിടിച്ച് ഗോപികാ ബാലികമാരോടും ഗോപന്മാരോടും ചേർന്ന് പുഞ്ചിരിച്ച് നേരം കളയുന്ന ക്രീഡയിൽ തന്നെ തൽപരനായ ഭഗവാൻ മറ്റേ കൈകൊണ്ട് അടുത്തു വന്ന പശുക്കളെ ചൊറിഞ്ഞുകൊണ്ടുമിരുന്നു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. അതിമഹാൻ ഗിരിഞ്ജേഷതുപാമകേ കരസരോരുഹി തം ധരതേ ചിരം കിമിതമത്ഭുതമദ്രിബലം ന്യുതി ത്വദവലോകിഭിൻ ആഗതി ഗോപകൈഃ. അന്വയം, അർത്ഥം. ഗിരി ഗോവർത്തന പർവ്വതം അതിമഹാൻ വളരെയേറെ വലുതാണ്. ഏഷാത്തു കൊച്ചു ബാലനായ ശ്രീകൃഷ്ണൻ, പാമകേ ദത്തി, കരസരോരുഹി കര പങ്കജത്തിൽ, തം അതിനെ, ചിരം വളരെ നേരം, ധരതേ വഹിക്കുന്നു, അത്ഭുതം അതിശയം തന്നെ, ഇതം ഇത്, അദ്രിബലം പർവ്വതത്തിൻ്റെ ശക്തി, കിംനു ആണോ, ഇതി ഇപ്രകാരം, ത്വദവലോകിഭിഃ അങ്ങയെ നോക്കുന്ന, ഗോപകൈഃ ഗോപകുമാരന്മാർ, ആഗതി പറയപ്പെട്ടു. ഹരിവു. സാരം: വലിയ ഗോവർത്തന പർവ്വതം ഇടതു കൈയിലേറ്റി വളരെ നേരമായി കൃഷ്ണൻ പൊക്കിപ്പിടിച്ചു നിൽക്കുന്നു. ഇത് പർവ്വതത്തിൻ്റെ ബലമാണോ എന്ന് ഗോപന്മാരുടെ സംശയം. ഇങ്ങനെയാണ് അങ്ങയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗോപന്മാർ തമ്മിൽ പറയുന്നത്. ഹരിവോ.